A very good afternoon, my dear students. Today our topic is key managerial personnel. Key managerial personnel is a group of people who are in charge of maintaining the operations of the company. Accounting Standards 18 states that key managerial personnel are people who have authority and responsibility for planning, directing and controlling the activities of the reporting enterprises. So, പേഴ്സണൽ അത് കീ മാനേജറിയൽ പേഴ്സൺ അഥവാ KMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എന്ത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയാണോ ഉള്ളത് അവർക്ക് പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് അതായത് മാനേജീരിയൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് കൂടുതലുള്ള എൻ്റർപ്രൈസിന് റിപ്പോർട്ട് ചെയ്യാൻ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളെയാണ് അല്ലെങ്കിൽ ഹു ആർ ഇൻ ചാർജ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന് വിളിക്കുന്നത്. സോ ഇവരാരൊക്കെയാണ്, അതായത് CEOs, CFOs, കമ്പനി സെക്രട്ടറീസുകൾ, ഹോൾ ടൈം ഡയറക്ടേഴ്സുകൾ, ഇവരെല്ലാവരും നമ്മൾ എന്തിൽ പെടുത്തുന്നു, കീ മാനേജീരിയൽ പേഴ്സണലിൽ നമ്മൾ പെടുത്തുന്നു. സോ ടേം പേഴ്സണൽ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഇൻസ്റ്റെഡ് ഓഫ് വൺ പേഴ്സൺ. സോ കീ മാനേജീരിയൽ പേഴ്സണൽ ആർ ഡിസിഷൻ മേക്കേഴ്സ്. സോ നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് പറയാം. മെയിൻറ്റെയിനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനിയാണ്, ആൻഡ് ദോസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ആണ്, ആൻഡ് ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ആണ്, ആൻഡ് ഓൾസോ ദേ ആർ അക്കൗണ്ടബിൾ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി ഓപ്പറേഷൻസും ആണ്. സോ കീ മാനേജീരിയൽ KMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദോസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ചാർജ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി. സോ ഇനി അടുത്തത് കീ മാനേജീരിയൽ പേഴ്സൺസ് അണ്ടർ കമ്പനീസ് ആക്ടിൽ വരുന്നത് ആരൊക്കെയാണ്? ഇൻ റെഫറൻസ് ടു ദ കമ്പനീസ് ആസ് ഫോളോസ്: ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. സോ CFO അഥവാ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റണ്ണിങ് ദ ഹോൾ കമ്പനി. The managing director has authority over all the operations and has the most power in managerial hierarchy. മാനേജറിയൽ ഹൈറാർക്കിയിലെ മോസ്റ്റ് പവർ ഉള്ള വ്യക്തിയാണ് ആര്? മാനേജിംഗ് ഡയറക്ടർ. ഹീ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇന്നോവേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ദ കമ്പനി ടു എ ലാർജർ സ്കെയിൽ. So in many countries a managing director is also called a chief executive officer. സോ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ ആണ് എന്തിന്? ഇന്നോവേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ദ കമ്പനി ടു എ ലാർജർ സ്കെയിലും, ആൻഡ് ദ മാനേജിംഗ് ഡയറക്ടർ ഹാസ് ദ അതോറിറ്റി ഓവർ ഓൾ ദ ഓപ്പറേഷൻസ് ആൻഡ് ഹാസ് ദ മോസ്റ്റ് പവർ. മാനേജറിയൽ ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് പവർ ഉള്ള ആളാണ് ആര്? CEO അഥവാ മാനേജിംഗ് ഡയറക്ടേഴ്സ്. ക്ലിയർ? ദെൻ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ സീനിയർ ലെവൽ എംപ്ലോയി ആയിരിക്കും, ആൻഡ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ദ efficient administration of the company. The company secretary take cares of all the compliances with statutory and regulatory requirement. അതായത് സ്റ്റാറ്റുട്ടറി ആക്ട് പ്രകാരമുള്ള, റെഗുലേറ്ററി ലോസ് പ്രകാരമുള്ള കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഏരിയാസിലെല്ലാം അവർ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത് കമ്പനീനെ സഹായിക്കുന്നവരാണ് ആര്? കമ്പനി സെക്രട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹീസ് എ സീനിയർ ലെവൽ എംപ്ലോയി ഇൻ എ കമ്പനി ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ദ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. ദെൻ ഹു ഈസ് ആൻ ഹോൾ ടൈം ഡയറക്ടർ. ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈസ് എ ഡയറക്ടർ ഹു ഡിവോട്ട്സ് ദ ഹോൾ ഓഫ് ഹിസ് വർക്കിംഗ് അവേഴ്സ് ടു ദ കമ്പനി. അതായത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും വർക്കിംഗ് അവേഴ്സും ആർക്ക് വേണ്ടിയിട്ട് തന്നെ? കമ്പനിക്ക് വേണ്ടി തന്നെ ചെലവിടുന്ന ഒരാളും, ആൻഡ് ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അല്ലാത്ത ഒരാളും, ആൻഡ് ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സിഗ്നിഫിക്കൻറ്റ് സ്റ്റേക്സ് ഇൻ ദ കമ്പനി എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ആര് വിളിക്കുന്നത്? ഹോൾ ടൈം ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. ദെൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? CFO അഥവാ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ് ആണ്. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി. ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു സീനിയർ ലെവൽ എക്സിക്യൂട്ടീവാണ് ആര്? CFO പറഞ്ഞാൽ. ആൻഡ് CFO കീപ്സ് ടാബ്സ് ഓൺ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ്, ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്, റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്, ഇൻകംസ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നത്, ആൻഡ് കണ്ടിൻജൻസി, ഷോർട്ട് ടെർമിനൽ പ്ലാൻസ്, ലോങ് ടെർമിനൽ പ്ലാൻസ്, എന്തൊക്കെ ആയിക്കോട്ടെ,
for overcoming the financial ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ടും റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആര്? CFO അഥവാ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. സോ നമ്മളിപ്പോൾ നോക്കിയത് കീ മാനേജീരിയൽ പേഴ്സണൽ ആരാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് who are in charge of maintaining the operations of the company and accounting standards AS 18 state that the key managerial personnel are people who have authority and responsibility for planning, directing and controlling the activities of the reporting enterprises. ഇവരാരൊക്കെയാണ് വരുന്നത്? അണ്ടർ സെക്ഷൻ 2 of the Companies Act 2013, the key managerial personnel in reference to the company are Chief Executive Officer, Company Secretary, Whole-time Director and Chief Financing Officer. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർ ഹോൾഡ് ചെയ്യുന്ന മാനേജറിയൽ ഹൈറാർക്കി ഹോൾഡ് ചെയ്യുന്ന ആളാണ്. ആൻഡ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ലെവൽ എംപ്ലോയി ആണ്. ആൻഡ് ഇറ്റ് ടേക്സ് കെയർ ഓഫ് ഓൾ ദ കംപ്ലയൻസസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ്. ദെൻ ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡിവോൾവ്സ് ഹോൾ ഓഫീസ് വർക്കിംഗ് അവേഴ്സ് ടു ദ കമ്പനിയാണ്. ആൻഡ് ചീഫ് ഫിനാൻസിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ് ആണ്, റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കീ മാനേജീരിയൽ പേഴ്സണൽ. The board appoints, the board of directors is responsible to fill any vacancies in the KMP, that is key managerial persons, within a period of 6 months. And it is mandatory for any listed company and any company with a paid up capital of more than or equal to 10 lakh to appoint a whole-time KMP. Then company secretary who is also a KMP, 5 lakhs paid up capital is required. So duties and responsibilities of key management personnel എന്തൊക്കെയാണ്? KMPs are basically responsible for taking the most important decisions and managing of all the employees. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ദ KMP, അവരുടെ ജോബിലുള്ള എഫക്റ്റീവ്നെസ് വളരെയധികം ഡിപ്പെൻഡബിൾ ആണ്. ഫസ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 170 ഓഫ് ദ കമ്പനീസ് ആക്ട്, the details about the securities held by the KMPs in the company or its holding and subsidiaries must be disclosed and is recorded in the registrar. KMP have a right to voice their opinion, especially in meetings of the audit committee, and they don't have a voting right. So അവർക്ക് അവരുടെ ഒപ്പീനിയൻ ഏത് ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റാണുള്ളത്. ദേ ഡോണ്ട് ഹാവ് ദ വോട്ടിംഗ് റൈറ്റ് അവർക്കില്ല, ബട്ട് റൈറ്റ് ടു വോയിസ് ദെയർ ഒപ്പീനിയൻ ആണ് ഉള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 189 Companies Act, KMP should disclose their interest in other companies and association at least within 30 days of the start of the employee period. KMP തൻ്റെ മറ്റ് കമ്പനീസിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻ കമ്പനീസിലുള്ള ഇൻട്രസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ തന്നെ വെൻ ദേ സ്റ്റാർട്ട് ദ എംപ്ലോയ്മെൻറ്റ് പീരീഡ് ഉള്ളിൽ തന്നെ അതിന് മുമ്പ് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സൺസിൽ വരുന്നതാണ് ആസ് പെർ സെക്ഷൻ 170 ഓഫ് ദ കമ്പനീസ് ആക്ട്, ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ദ KMP in the company or its holding and the subsidiary must be disclosed in the registrar, and KMP have a right to voice their opinion in meetings of the audit committee. Then according to section 189 Companies Act, KMP should disclose their interest in other companies and association at least within 30 days of the start of the employment period. Then പിന്നെ നമുക്ക് KMPയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. ഇപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സീനിയർ ലെവൽ എംപ്ലോയി ആയിരിക്കും. ആൻഡ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. ദ കമ്പനി സെക്രട്ടറി ടേക്സ് കെയർ ഓഫ് ഓൾ ദ കംപ്ലയൻസസ് വിത്ത് ആ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് വിത്ത് ദ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. സോ ഒരു റോൾ ഓഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോൾസ് അയാൾ ചെയ്യേണ്ടി വരും. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറായിട്ടും, ഒരു കോഓർഡിനേറ്ററായിട്ടും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടും. ആൻഡ് ഓൾസോ ദ കമ്പനി സെക്രട്ടറി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, എംപ്ലോയീസ്, etc. Then as a statutory officer, as a coordinator,
ആൻഡ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കമ്പനി സെക്രട്ടറിയുടെ റോൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ആണെന്ന് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 203 ഓഫ് ദ കമ്പനീസ് ആക്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore or more and other companies with a paid up capital of 5 crores to appoint a ഫുൾ ടൈം കമ്പനി സെക്രട്ടറി. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയോ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 crore കമ്പനീസ് ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ആസ് എ കോർഡിനേറ്റർ കമ്പനി സെക്രട്ടറി plays a very important role as a coordinator. He essentially serves as a high-level administrator managing the company's business and affairs, and it is responsible for ensuring that the plans of the top level management has implemented successfully. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ഒരു ലോവൽ മാനേജ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ്, ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് എപ്പോഴും കമ്പനി സെക്രട്ടറി ഉണ്ടാവുക. സോ ഒരു ഹൈ ലെവൽ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കമ്പനീസിൻ്റെ ബിസിനസ് ആൻഡ് അഫെയേഴ്സ് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ദ പ്ലാൻസ് ഓഫ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു. Then company secretary must keep the managing director duly informed about the policies and regulations of various acts and resolutions passed by the board. Then relationship with the other functionaries ആയിട്ട് അയാളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? The company secretary is responsible for conveying the decisions and he deals with the communications from outside agencies, അതായത് ഒരു തേർഡ് പാർട്ടി ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കമ്പനിയായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നത് അവരുമായിട്ടെല്ലാം നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ടു വെരിഫൈ ഓൾ ദ കംപ്ലയൻസസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഡീലിങ്സ് ഓഫ് ദ എക്സ്റ്റേണൽ ഏജൻസീസ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ആയതുകൊണ്ട് തന്നെ ആസ് എ കോർഡിനേറ്ററിൽ ആസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫങ്ഷണറീസ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ട്രേഡ് യൂണിയൻസ് ആണ്. The company secretary to deal with the trade unions acting as the representatives of the company. Negotiations with the trade unions are a delicate process, so the secretary has to keep a constant record of all the discussions and settlements. Then relationship with the shareholders. He maintain a good relationship with the shareholders, acting as a medium between the board and the shareholder is a very aspect of secretary role as a coordinator. Then relationship with the government. All the correspondence to the government is to handle by the company secretary as a matter of fact to ensure proper informations reporting and communication. Because ഒരു company secretary always try and maintain a good relationship with the government, ensuring the compliances and regulations. So as a statutory officer, he should responsible for the documents such as letter of allotment, share certificate, debentures, mortgages, etc. And as a coordinator, he should maintain a relationship with the functionaries, and he should maintain a good relationship with the trade unions, and he should maintain a relationship with the shareholders, and he should maintain a relationship with the government too. Then next one, as an administrative officer, what is the role of a statutory? As an administrative officer, what is the role of a company secretary? The main role of the secretary as an administrator to make sure that the company activities conform to the company policy. The company secretary is aware of organizational structure and of how it affects the work output of the company. Thus, he has a good working knowledge of how well the organization is functioning. And the secretary also advises the board and top level management on how to improve on the organization structure and administrative practices. So as an administrative officer, company secretary role എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to make sure ensure ചെയ്യുക that company's activities conform to the company policy, and company secretary aware of organization structure, അതായത് കമ്പനി സ്ട്രക്ചറിനെ കുറിച്ച് ഫുൾ അവെയർനെസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ആൻഡ് ഇത് എത്രത്തോളം വർക്ക് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കണം. അതുപോലെ ഹി ഹാസ് എ ഗുഡ് വർക്കിംഗ് നോളജ് ആൻഡ് ഹൗ വെൽ ദ ഓർഗനൈസേഷൻ ഫങ്ഷനിങ് എന്ന കാര്യത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. സോ ദ സെക്രട്ടറി അഡ്വൈസസ് ദ ബോർഡ് ആൻഡ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓൺ ഹൗ ടു The secretary also advises the board and top level management on how to improve on the organization structure and the administrative practices. So in today's class we studied about the KMP, that is key managerial personnel,
And key managerial personnel are Chief Executive Officer, CEO, Company Secretary, Whole-time Director, and Chief Financing Officer. And we studied about the role of secretary in the company, and the role of the secretary is threefold: statutory officer, coordinator, and then administrative officer.